Hi friends, welcome to Techispace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ ഗിവ്വേകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M31 വേഴ്സസ് Realme XT സ്പീഡ് ടെസ്റ്റ് ആണ്. Realme XT-ൽ സ്നാപ്ഡ്രാഗൺ 712 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാംസങ് M31-ലെ Exynos 9611 എന്ന സാംസങ്ങിന്റെ തന്നെ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകൾ തമ്മിലുള്ള ഒരു സ്പീഡ് ടെസ്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 റൗണ്ടുകളായിട്ടാണ് ഈ സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് ഏത് ഫോണാണ് ബെറ്റർ പെർഫോമൻസും റാം മാനേജ്മെൻറ്റും ഉള്ളത് നോക്കും. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് ഏത് ഫോണാണ് ബെറ്ററായിട്ട് റാം മാനേജ്മെൻറ്റും ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 1 മിനിറ്റ് കൊണ്ട് സാംസങ് M31 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 1 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ടാണ് Realme XT ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ തീർച്ചയായും വിജയിച്ചിരിക്കുന്നത് സാംസങ് M31 ആണ്. പക്ഷേ നമുക്കിനി റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റ് 23 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 1 മിനിറ്റും 41 സെക്കൻഡ് കൊണ്ടാണ് Realme XT സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ബെറ്റർ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സാംസങ് M31 മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടത് ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോമും കാര്യങ്ങളൊക്കെ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം.
റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് 4 മിനിറ്റ് കൊണ്ട് സാംസങ് M31 പൂർത്തിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ബെറ്റർ പെർഫോമൻസോട് കൂടി 3 മിനിറ്റ് 19 സെക്കൻഡ് മാത്രം എടുത്തുകൊണ്ടാണ് Realme XT സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായും നമുക്ക് റാം മാനേജ്മെൻറ്റും കൂടി അറിയേണ്ട ആവശ്യമുണ്ട്. നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 4 മിനിറ്റ് 37 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 6 മിനിറ്റും 9 സെക്കൻഡും എടുത്താണ് Realme XT സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു റാം മാനേജ്മെൻറ്റ് സാംസങ് M31-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫുൾ റൗണ്ട് കഴിയുമ്പോൾ, അതായത് സെക്കൻഡ് റൗണ്ട് ഇന്ത്യൻ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ സാംസങ് M31 വിജയിച്ച് നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ ഗിവ് അവേകൾ നമ്മുടെ ചാനൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.